കേട്ടിട്ടില്ല. സനാതന്മാർ പറയുന്നത് വിശ്വസിക്കണം. അതാണ് മഹാരാജാസ് 30 വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. സനാതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇവിടെ. തിരുവാക്ക് എതിർവായില്ലാത്ത കാലഘട്ടത്തിലായിരുന്നു ഒരുപറ്റം വിദ്യാർത്ഥികൾ മഹാരാജാസിലേക്ക് കടന്നു വരികയും KSU എന്ന പ്രസ്ഥാനത്തിന്റെ നീലപ്പൊൻ പതാക ഇവിടെ കുത്തുകയും ഇവിടെ പ്രവർത്തനം നടത്തുകയും SFIയിലെ 1 വർഷം കൊണ്ട് നെൽത്തടിച്ച പാരമ്പര്യമാണ് KSU എന്ന പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് ചെങ്കടി പിടിക്കുന്ന സഖാക്കന്മാരെ നിൽക്കുന്നേ പറയാനുള്ളൂ. കൂടുതൽ ഘോരമായ പ്രസംഗം കൊണ്ടൊന്നും മഹാരാജാസിലെ KSU പ്രവർത്തകനെ ഏതെങ്കിലും അവസാന ശ്വാസത്തിൽ ഏതെങ്കിലും മഹാരാജാസിലെ KSU പ്രവർത്തകൻ മഹാരാജാസിലുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പലരും അഴിമതി വൃത്തികേടുകളുടെ കണക്ക് തെളിവ് സഹിതം പറയുക തന്നെ ചെയ്യും. അതിനൊരു സഖാക്കന്മാരും ഇതിനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊന്ന് പറയാനുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഓരോ കലാലയത്തിൽ പഠിക്കുമ്പോൾ ആ കലാലയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ 3, 4, 5 വർഷം കഴിഞ്ഞ് കലാലയ പഠനം പൂർത്തിയാക്കി കൊണ്ടുപോകും. വരും ഒരു തലമുറ വരാനുണ്ട്. അവരോടും സഖാക്കന്മാരുടെ പാട്ടും സഖാക്കന്മാരുടെ കൈകൊട്ടും സഖാക്കന്മാരുടെ ചെങ്കുടിയും പാലിച്ചുകൊണ്ട് അവർ അന്ന് വേറെ രാജ്യത്തിൽ വരും. അന്ന് അജ്മലിന്റെ കാര്യം പറയില്ല, അന്നൊരു കലോത്സവത്തിന്റെ വികാരത്തിന്റെ പൈതൃകത്തിന്റെ കാര്യം പറയില്ല. SFI എന്ന സംഘടനയ്ക്ക് അടിപ്പതറുന്നു എന്നതിന് ഉത്തമ തെളിവാണ് വർഷങ്ങളോളം ഫുൾ പാനൽ ഇട്ടുകൊണ്ട് SFI സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഇന്ന് SFI എന്ന സംഘടനയ്ക്ക് സ്വന്തം ആർട്സ് ക്ലബ് സെക്രട്ടറിയെ പോലും നിർത്താൻ കഴിവില്ലാത്ത എന്തിനു വേണ്ടിയാണ് കലോത്സവത്തിന്റെ കാര്യം പറയുന്നത്? എനിക്കൊന്ന് ചോദിക്കാനുണ്ട് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. നിങ്ങൾ ഓരോരുത്തരും നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ചിന്തിക്കണം. ആർക്ക് വേണം വോട്ട്? ഏത് സംഘടനയുടെ പിൻബലം കണ്ടുകൊണ്ടല്ല ഇന്നലെ എനിക്കൊരു കാഴ്ച കാണാൻ സാധിച്ചു. നാടകമാണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെ തെരുവിലിറക്കുകയും അതിന്റെ ഇടയിൽ ഒരു ജാഥ പോലും പുറപ്പെടുവിക്കുകയും അതിന്റെ ഇടയിൽ കൂടെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഈ ഗുലാബ് വിളിച്ചുകൊണ്ട് നടക്കുന്ന സഖാക്കന്മാർ ചാക്കിട്ട് പിടിക്കാൻ നിൽക്കുകയാണ്. 1ാം വർഷ വിദ്യാർത്ഥികളെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് ഇവർ 10, 50, 30 വർഷത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് മഹാരാജാസിൽ വരുന്നത്. പക്ഷേ വരും തലമുറയിൽ ഏതെങ്കിലും നഷ്ടലോത്സവൻ ഈ മഹാരാജാസിൽ പഠിക്കാൻ വന്നാൽ നിങ്ങളുടെ അന്ത്യം അന്ന് കാണാം. ജയ് ഹിന്ദ്, ജയ് KSU.